ഒരു വീടിന്റെ ഏത് ദിക്കിലൊരു ടോയ്ലറ്റ് വരുന്നോ ആ ദിക്കിന്റെ സൗഭാഗ്യം അവിടെ നഷ്ടപ്പെട്ടു പോകും. ഏതൊരു വീടിന്റെയും വടക്ക് ദിക്ക് എന്ന് പറയുന്നത് തൊഴിലിന്റെ ദിക്കാണ്. അപ്പോൾ വടക്ക് ദിക്കിൽ വരുന്ന ഒരു ടോയ്ലറ്റ് നിങ്ങൾക്ക് തൊഴിൽ സംബന്ധമായിട്ടുള്ള തടസ്സങ്ങൾ സൃഷ്ടിക്കും. ഒരുപാട് ആൾക്കാരുടെ ഒരു സംശയമാണ്, സാറേ ഞാൻ നല്ല വിദ്യാഭ്യാസമുള്ള വ്യക്തിയാണ്, അപ്പോഴത്തേക്ക് എനിക്ക് ഒരുപാട് അവസരങ്ങൾ വരുന്നുണ്ട്, പക്ഷെ സമയമാകുമ്പോഴത്തേക്ക് തട്ടി പോകുന്നുണ്ട്, ഒരു കാരണവശാലും എനിക്ക് തൊഴിൽ കിട്ടുന്നില്ല. അത് ചിലരുടെ പ്രശ്നം. ചിലരുടെ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, സാറേ എനിക്കൊരു തൊഴിലുണ്ട്, പക്ഷെ അത് സ്ഥിരതയല്ല, ഞാൻ ഇപ്പോഴും പെർമനന്റ് ആയിട്ടില്ല. ചിലർ പറയുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒത്തിരി വർഷം കൊണ്ട് ഞാൻ ഒരേ തൊഴിലിൽ ഒരേ ശമ്പളത്തിൽ നിൽക്കുന്നുണ്ട്, എനിക്ക് പ്രൊമോഷൻ ഇല്ല. അപ്പൊ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ എന്തുകൊണ്ട് സംഭവിക്കുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അത് വാസ്തുദോഷം കൊണ്ടാണെങ്കിൽ അതിന്റെ പ്രശ്നത്തിന്റെ കാരണം എന്ന് പറയുന്നത് ഏതൊരു വീടിന്റെയും വടക്ക് ദിക്കാണ്. അപ്പൊ നമുക്കുണ്ടാകുന്ന ഏതൊരു പ്രശ്നങ്ങളും വാസ്തുമൂലവും ഉണ്ടാകാം. അപ്പം നിങ്ങളുടെ വീടിന്റെ വടക്ക് ഭാഗത്ത് എന്തെങ്കിലും തരത്തിലുള്ള ദോഷങ്ങൾ ഉണ്ടെങ്കിൽ തൊഴിൽ സംബന്ധമായിട്ട് തടസ്സം നിങ്ങളെ ബാധിക്കും. ദോഷങ്ങൾ എന്ന് പറഞ്ഞാൽ എന്താണ്? അതായത് ഒരു ദിക്ക് മലിനപ്പെട്ടു പോകുന്ന കാര്യങ്ങളെയാണ് ദോഷങ്ങൾ എന്ന് പറയുന്നത്. ഒരു ദിക്ക് മലിനപ്പെട്ടു പോകുന്ന കാരണങ്ങളിൽ ഒന്നെന്ന് പറയുന്നത് ടോയ്ലറ്റ് ആണ്. അപ്പോൾ യഥാർത്ഥത്തിൽ ടോയ്ലറ്റ് ഒരു വലിയ വില്ലനാണ്. ഒരു വീടിന്റെ ഏത് ദിക്കിലൊരു ടോയ്ലറ്റ് വരുന്നോ ആ ദിക്കിന്റെ സൗഭാഗ്യം അവിടെ നഷ്ടപ്പെട്ടു പോകും. അതിൽ യാതൊരുവിധ സംശയവുമില്ല. അപ്പോൾ ഏതൊരു വീടിന്റെയും വടക്ക് ദിക്ക് എന്ന് പറയുന്നത് തൊഴിലിന്റെ ദിക്കാണ്. അപ്പോൾ വടക്ക് ദിക്കിൽ വരുന്ന ഒരു ടോയ്ലറ്റ് നിങ്ങൾക്ക് തൊഴിൽ സംബന്ധമായിട്ടുള്ള തടസ്സങ്ങൾ സൃഷ്ടിക്കും. അപ്പം വടക്ക് ദിക്കിലെ ടോയ്ലറ്റ് ആണ് തൊഴിൽ തടസ്സത്തിന് കാരണമാകുന്നത്. അതായത് വടക്ക് ദിക്കിന്റെ പ്രോസ്പെരിറ്റി അവിടെ ഒരു നെഗറ്റീവ് റൂം വന്നുകൊണ്ട് അല്ലെങ്കിൽ ടോയ്ലറ്റ് വന്നതോടുകൂടി അവിടെ ഇല്ലാതാകുന്നു എന്നാണ് ചൈനീസ് വാസ്തുകലയായ ഫെങ്ഷുയിൽ പറയുന്നുണ്ട്. ഇനി നിങ്ങൾക്ക് വീടിനകത്ത് ടോയ്ലറ്റ് ഇല്ല, പക്ഷെ വീടിന്റെ പുറത്തൊരു 5 അടി മാറി അതേ ദിക്കിൽ നിങ്ങൾക്കൊരു ടോയ്ലറ്റ് വന്നാലും ഇതേ പ്രശ്നം നിങ്ങളെ ബാധിക്കാനുള്ള സാധ്യതയുണ്ട്. അപ്പൊ നിങ്ങൾ ഈ സ്ക്വയറോ റെക്ടാങ്കിൾ ഷേപ്പിലോ അല്ലാതെ നോർത്ത് മിസ്സിംഗ് ആക്കിക്കൊണ്ടാണ് വീട് വെച്ചതെന്ന് കരുതുക. അപ്പൊ വടക്ക് ഭാഗം മിസ്സിംഗ് ആകുമ്പോൾ അവിടെ എന്ത് പറ്റി? അവിടെ വടക്ക് ദിക്കിന്റെ സൗഭാഗ്യം വീട്ടിൽ കുറയും. അത് തൊഴിൽ സംബന്ധമായിട്ടുള്ള തടസ്സങ്ങൾക്ക് കാരണമാകും. ഇനി നമുക്കിതിനെ എങ്ങനെ പരിഹരിക്കാം എന്നുള്ളത് നോക്കാം. നിങ്ങളുടെ വീടിന്റെ സ്വീകരണ മുറിയുടെ വടക്ക് ഭാഗത്ത്, അതായത് ഹാളിന്റെ വടക്ക് ഭാഗത്ത് നല്ല ഒരു വാട്ടർ ഫൗണ്ടനോ അല്ലെങ്കിൽ നല്ല ഒരു അക്വേറിയമോ വെക്കുന്നത് ഈ പ്രശ്നത്തിന് നല്ലൊരു പരിഹാരമായി ചൈനീസ് വാസ്തുകലയായ ഫെങ്ഷുയിൽ പറയുന്നുണ്ട്. അപ്പോൾ എന്ത് പ്രശ്നങ്ങളുണ്ടെങ്കിലും നമുക്ക് അതിൻ്റെതായിട്ടുള്ള പരിഹാരങ്ങളുണ്ട്. ഇനി ഫെങ്ഷുയുടെ ചില ടൂളുകളിലേക്ക് നമുക്ക് പോകാം. ഇത് ഒരു മെറ്റൽ ടോർട്ടോയ്സ് ആണ്. അപ്പോൾ ചൈനീസ് വാസ്തുകലയായ ഫെങ്ഷുയിൽ പറയുന്നുണ്ട്, വടക്ക് ദിക്കിൽ ഒരു ആമ ഇരിക്കുന്നത് തൊഴിൽ സംബന്ധമായിട്ടുള്ള സൗഭാഗ്യങ്ങളെ വർദ്ധിപ്പിക്കും എന്ന് പറയുന്നുണ്ട്. അത് ദീർഘായുസിന് നല്ലതാണെന്നും ഫെങ്ഷുയിൽ പറയുന്നുണ്ട്. ഇനി ഇതെന്ന് പറയുന്നത് ഒരു വിഷ് ടട്ടിലാണ്. ഇതിന്റെ പുറകിൽ ഒരു ലോഷു സ്ക്വയർ ഉണ്ട്. 1 മുതൽ 9 വരെയുള്ള നമ്പറുകളുണ്ട്. ഈ ആമയെ നമുക്ക് 2ആയിട്ട് ഓപ്പൺ ചെയ്യാനായിട്ട് സാധിക്കും. നിങ്ങൾ ഏറ്റവും അധികം ആഗ്രഹിച്ച് നിൽക്കുന്ന ഒരു കാര്യം ഒരു വൈറ്റ് പേപ്പറിനകത്ത് ഇത്ര നാളിനകത്ത് സാധിച്ചതിന് യൂണിവേഴ്സിനോട് നന്ദി പറഞ്ഞുകൊണ്ട് എഴുതി ടോർട്ടോയ്സിനുള്ളിൽ വെച്ചിട്ട് നിങ്ങളുടെ ബെഡ്റൂമിൻ്റെയോ നിങ്ങളുടെ ലിവിംഗ് റൂമിൻ്റെയോ നോർത്തിൽ വെക്കുന്നത് ഈ കാര്യം എത്രയും പെട്ടെന്ന് സാധിക്കാനായിട്ട് നല്ലൊരു ടൂളായി ഫെങ്ഷുയിൽ കണക്കാക്കുന്നുണ്ട്. ഒത്തിരി ആൾക്കാർക്ക് നല്ല റിസൾട്ട് ഉണ്ട്. അപ്പോൾ താല്പര്യമുള്ളവർക്ക് അന്ന് ചെയ്ത് നോക്കാവുന്നതാണ്. ഇനി മറ്റൊരു ടൂൾ എന്ന് പറയുന്നത് ഒരു അരോന മത്സ്യമാണ്. തൊഴിൽ സംബന്ധമായിട്ടുള്ള അഭിവൃദ്ധിക്ക് വേണ്ടി ഇതിൻ്റെ ലൈവോ അല്ലെങ്കിൽ സ്റ്റാച്ചുവോ നിങ്ങൾക്ക് നോർത്തിൽ വെക്കാം. ഇനി മറ്റൊരു ഇതെന്ന് പറയുന്നത് ഒരു ഡ്രാഗൺ ടട്ടിലാണ്. അപ്പോൾ തൊഴിൽപരമായിട്ടുള്ള അഭിവൃദ്ധിക്ക് വേണ്ടിയിട്ട് നിങ്ങളുടെ വീടിൻ്റെ നോർത്ത് ഭാഗത്ത് ഡ്രാഗൺ ടട്ടിലിൻ്റെ സ്റ്റാച്ചു നിങ്ങൾക്ക് വെക്കാവുന്നതാണ്. അപ്പോൾ എല്ലാവർക്കും എല്ലാ ഐശ്വര്യങ്ങളും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു.